ഇവിടെ നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ സച്ച് ദാറ്റ് ദ പോളിനോമിയൽ എസ് സ്ക്വയർ മൈനസ് കെ പ്ലസ് 6 ഇൻറ്റു എക്സ് പ്ലസ് 2 ഇൻറ്റു കെ മൈനസ് 1 സം ഓഫ് ഇറ്റ് സീറോ ഇസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ദെയർ പ്രോഡക്റ്റ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ മാർക്ക്. സം ഓഫ് സീറോ എന്ന് പറയുന്നത് ഹാഫ് ഓഫ് ദി പ്രോഡക്റ്റ്. ഇവിടെ നമുക്കറിയാം സം ഓഫ് സീറോസ് കണ്ടുപിടിക്കണം, പ്രോഡക്റ്റ് കണ്ടുപിടിക്കണം ആദ്യം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ നമ്മൾ എന്താണോ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അത് ആദ്യമേ കണ്ടുപിടിക്കാം. ഇവിടെ പറഞ്ഞേക്കണേ എന്താ മക്കളെ? സം ഓഫ് ഇറ്റ് സീറോ. ഫസ്റ്റ് വൺ സം ഓഫ് ഇറ്റ് സീറോ. ദെൻ നെക്സ്റ്റ് വൺ എന്നാ പറഞ്ഞാൽ പ്രോഡക്റ്റ്. അപ്പൊ ഇത് രണ്ടും കണ്ടുപിടിച്ചതിന് ശേഷം മാത്രം നമ്മൾ ബാക്കി ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പൊ ഇവിടെ സം ഓഫ് ഇറ്റ് സീറോ എന്ന് പറഞ്ഞാൽ ആൽഫ പ്ലസ് ബീറ്റയാണ് സമ്മെങ്കിൽ നമ്മുടെ മൈനസ് ബി ബൈ എ വരും. ഇവിടെ തന്നേക്കണ ക്വാഡ്രാറ്റിക് പോളിനോമിയിൽ നിന്ന് നമുക്കറിയാം എ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഈക്വൽ ടു 1 വരും, ബി എന്ന് പറഞ്ഞാൽ മൈനസ് കെ പ്ലസ് 6 വരും, സി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു കെ മൈനസ് 1 വരും. അപ്പൊ നമ്മൾ ഈ ഇക്വേഷനിലേക്ക് കൊടുക്കുക മൈനസ് ബി ബൈ എ. അപ്പൊ മൈനസ് കെ പ്ലസ് 6 ഡിവൈഡഡ് ബൈ എ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഈക്വൽ ടു 1 വരും. ഈ മൈനസും കൂടെ ബ്രാക്കറ്റിന് പുറത്തായതുകൊണ്ട് അത് ക്യാൻസൽ ആയി പോകും. ദാറ്റ് ഇസ് ഈക്വൽ ടു കെ പ്ലസ് 6 വരും. നമുക്ക് സം ഓഫ് റൂട്ട് എന്ന് പറഞ്ഞു. ദെൻ പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് എന്ന് പറഞ്ഞാൽ ആൽഫ ബീറ്റ വരും. ആൽഫ ബീറ്റ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഈക്വൽ ടു സി ബൈ എ വരും. സി എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2k മൈനസ് 1 വരും. എ എന്ന് പറഞ്ഞാൽ 1 വരും. അപ്പൊ ദാറ്റ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 2k മൈനസ് 1 വരും. ഇനി എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു സം ഓഫ് റൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഹാഫ് ഓഫ് ദി പ്രോഡക്റ്റ് ഓഫ് റൂട്ട്. ദാറ്റ് ഈസ് ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ആൽഫ ബീറ്റ വരും. ആൽഫ പ്ലസ് ബീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു കെ പ്ലസ് 6 വരും. ഹാഫ് ഇൻറ്റു ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് റൂട്ട് എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2k മൈനസ് 1 വരും. അപ്പൊ ഇവിടെ ഈ ടൂവും കൂടെ നമ്മൾ എന്തായി പോകും? ക്യാൻസൽ ആയി പോകും. അപ്പൊ ബാലൻസ് എന്നാ വരും? കെ പ്ലസ് 6 ഈക്വൽ ടു 2k മൈനസ് 1 വരും. ഇനി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുക. ഈ 2k ഇപ്പുറത്തേക്ക് മാറ്റി. ഇപ്പൊ കെ മൈനസ് 2k ആയി. 6 നേരെ ഇപ്പുറത്തേക്ക് മാറ്റി. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 1 മൈനസ് 6 ആയി. കെ മൈനസ് 2k ദാറ്റ് ഈസ് ഈക്വൽ ടു കെ ആയി. മൈനസ് 1 മൈനസ് 6 മൈനസ് 7 മൈനസും ക്യാൻസൽ ആയി പോയി. ദാറ്റ് ഈസ് ഈക്വൽ ടു കെ ഈക്വൽ ടു 7 ആണ് നമ്മുടെ ആൻസർ ആയി. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്നാ മക്കളെ? ഇഫ് ദ സം ഓഫ് ദ സ്ക്വയർ ഓഫ് സീറോസ് ഓഫ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ 40 ആണെന്ന് തന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഫസ്റ്റ് വൺ എന്താ ചെയ്യണേ? ആൽഫ ബീറ്റ 0 ആണെങ്കിൽ സം ഓഫ് സീറോയും പ്രോഡക്റ്റും കണ്ടുപിടിക്കുക. അതെല്ലാവർക്കും അറിയാം. സം എ 1 ആണ്, ബി മൈനസ് 8, സി കെ ആണ്. അപ്പൊ സം ഓഫ് സീറോസ് എന്ന് പറഞ്ഞാൽ മൈനസ് ബി ബൈ എ വരും. അപ്പൊ മൈനസ് 8 ബൈ 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 8 വരും. ദെൻ പ്രോഡക്റ്റ് ഓഫ് റൂട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു സി ബൈ എ ദാറ്റ് ഈസ് ഈക്വൽ ടു കെ ബൈ 1 കിട്ടി. ഇനി എന്താ നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞേണേ? സം ഓഫ് ദ സ്ക്വയർ ഓഫ് സീറോസ് എന്നാ പറഞ്ഞേക്കണേ. അപ്പൊ സ്ക്വയർ ഓഫ് സീറോസ് എന്ന് പറഞ്ഞാൽ ആൽഫ സ്ക്വയറും ബീറ്റ സ്ക്വയറും വരും. അതിന്റെ സം എന്ന് പറഞ്ഞാൽ എന്താ? ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഇസ് ഈക്വൽ ടു 40 ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഇനി ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയറിന്റെ ഫോർമുല നമുക്കറിയാം. ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ മൈനസ് 2 ആൽഫ ബീറ്റയാണ് നമ്മൾ ഈ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയറിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞത്. ഫോർമുല നന്നായി പഠിക്കണം. ഇതാണ് മെയിൻ ആയിട്ട് 3 പഠിച്ചാൽ മതി. അതിനകത്ത് ഒരെണ്ണമാണ് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഈക്വൽ ടു